അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ആളുകളോട് ഒരു കാര്യം കൂടി, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഈ നര മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ, അറിയാവുന്ന മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ. ഞാൻ കുറേ വെളിച്ചെണ്ണയൊക്കെ തേച്ച് നോക്കി, ഒരു രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ പറയുക കേട്ടോ. നരച്ച് അങ്ങ് എത്താറായി. ഇത്രയൊന്നും പ്രായമായില്ല, നരക്കേണ്ട പ്രായമൊന്നും ആയില്ല. അടിപൊളി പൂക്കൾ, ഇലക്ട്രിക് മോട്ടോർ ചാർജിങ് സ്റ്റേഷൻ. അടിപൊളിയല്ലേ? വളരെ ചെറുത്. ഇതാണ് കേട്ടോ ആളിയാർ ഡാം. പക്ഷേ ഇതിനകത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, അതിനകത്ത് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കുറേ പേരൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അവിടുത്തെ ജോലിക്കാരാണോ എന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ആ ഇറങ്ങി വരുന്നത് കോടയാണോ മഴയാണോ? മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, മഴയല്ല, കോട തന്നെയാണ്. എന്താ ബ്യൂട്ടി എന്നറിയോ? അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം, ആളിയാർ. അപ്പോഴേ നമ്മളിപ്പോഴുള്ളത് പൊള്ളാച്ചിക്കടുത്തുള്ള ആളിയാർ എന്ന സ്ഥലത്താണ് കേട്ടോ. ആളിയാർ ഡാം കേട്ട് കാണുമല്ലോ. ഇന്നലെ രാത്രി 9 മണിക്ക് കാഞ്ഞങ്ങാടിൽ നിന്ന് പുറപ്പെട്ട യാത്രയാണ്. നല്ല സമയം എടുത്തോട്ടെ ഇവിടത്തേക്ക് എത്തപ്പെട്ടിട്ട്. പക്ഷേ നല്ല കുഴപ്പമില്ല, വന്നത് ഒരു മോശപ്പെട്ട സ്ഥലത്തേക്കല്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം. മൊബൈൽ ക്യാമറയ്ക്ക് 20 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. ഇത് മാത്രമേ എന്നോട് എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ഡാം കാണാൻ വേണ്ടിയിട്ടല്ല ശരിക്കും വന്നത്. ഞാൻ ആ പുറകുവശത്തുള്ള അതിൻ്റെ ആ കുന്നും മലയും കണ്ടില്ലേ, ആ സീനറി എന്താ ഭംഗി എന്നറിയോ? ശരിക്കും അതിശയിപ്പിക്കുന്നുണ്ട് കേട്ടോ. മഴ വരുന്നുണ്ട് കേട്ടോ, മഴ വരുന്നുണ്ട്. ആ വരുന്നതൊക്കെ മഴയാണ്, കോടമഞ്ഞല്ല, അത് മഴയാണത്. ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ കാണാം. പക്ഷേ ഏണി വെച്ച് അടച്ചിരിക്കുകയാണ്. ബുദ്ധൻ ആ കാട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി. അതിന് തൊട്ട് പുറകിലൊരു ആരാണത്? ആരോ ഉണ്ട് കേട്ടോ കൂട്ടിന്. ഒരുപാട് മാവുകളുണ്ട് കേട്ടോ, മാങ്ങയുണ്ട് അതുപോലെ തന്നെ. പക്ഷെ ഒന്നും കിട്ടത്തില്ല. ആൾക്കാർ കൂടെ വരുന്നതുകൊണ്ട് വീഴുമ്പോൾ എടുക്കുകയാണ് ആളുകൾ. മാങ്ങയുണ്ട്, ഏറ്റവും മേലെയുണ്ട് എന്താ ഭംഗിയല്ലേ, അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗാർഡനല്ല കേട്ടോ. ഗാർഡൻ ഇതൊക്കെ ഉള്ളൂ, ഇതൊക്കെ കാട് പിടിച്ചിരിക്കുകയാണ്. അടിപൊളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ മലനിരകളാണ് കേട്ടോ. അവിടെ ട്രെക്കിംഗ് അനുവദിക്കുമോ അന്വേഷിക്കണം. ഇത് ശരിക്കും കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ. ഞാൻ പിന്നെ ഈ ഡാമും പിന്നെ അതിൻ്റെ ആ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് വരാമെന്ന് കരുതി കയറിയതാണ് ഒറ്റയ്ക്ക്. പിള്ളേരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് പിള്ളേർ. എന്താ അവിടെ കളിക്കുന്നു. കണ്ടില്ല, ഇതാണ് നമ്മുടെ ആളിയാർ ജലസംഭരണി. ഏകദേശം 18 മീറ്ററിലധികം ആഴമുണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ മേലെ പോയുള്ള കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. ആഹാ, ഇതിൻ്റെ മേലെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവരെങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചത്? അയ്യോ പൊളി. ഇതൊരു വാച്ച് ടവർ അല്ലേ? ആണെന്ന് തോന്നുന്നു. വാച്ച് ടവറാണോ അതോ നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ആണോ? അയ്യോ, എനിക്കുണ്ടല്ലോ ശരിക്കും ആ സീനറിയാണ്. നോക്കി ആ കോട ഇറങ്ങി വരുന്നത് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഈ പുറകിൽ കാണുന്നതൊക്കെ ആലമനൈ ഹിൽ റേഞ്ചസ് ആണ് കേട്ടോ. ഇവറ്റകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇവരെ സൂക്ഷിക്കണം. നമ്മുടെ കുരങ്ങച്ചന്മാർ വേണ്ട പോകുന്നു. അവിടെ ഇരിക്കുന്നു, കണ്ടില്ലേ? എന്തൊക്കെയോ പറക്കിയെടുക്കുന്നില്ല. എൻ്റെ അങ്ങോട്ടേക്കാണോ? അല്ല, ഇതാണ് ആളിയാർ ഡാമിന് മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചട്ടാ. തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ പോകുന്നു. അങ്ങ് ദൂരെ ഉണ്ട് കേട്ടോ മലനിരകൾ, അങ്ങ് ദൂരെ കണ്ടില്ല തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെ. നമ്മുടെ കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണ് കേട്ടോ ഈ തമിഴ്നാടിൻ്റെ. എന്താ പറയുക, കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണ്. ആ ഒരു സൗന്ദര്യവും തെങ്ങും
പച്ചപ്പും ഒക്കെ ഉണ്ട്. ആലിയാർ ഡാം ഏകദേശം 2 കിലോമീറ്റർ വിസ്തീർണത്തിലാണ് വിസ്താരത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ. 1959, 69 കാലഘട്ടത്തിലാണ് കേട്ടോ ആ ഒരു 10 വർഷത്തെ കാലഘട്ടത്തിലാണ് ഈ ഒരു ആലിയാർ ഡാം നിർമ്മിച്ചെടുക്കുന്നത്. പ്രധാനമായും ജലസേചനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് ഏകദേശം 2001 മറ്റോ ഇവിടെ ജലവൈദ്യുത പദ്ധതി കൂടി ആരംഭിച്ചു കേട്ടോ. ആലിയാർ ശരിക്കും പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിൽ തന്നെയാണ് കേട്ടോ. ഏകദേശം 15 രൂപയേ ഉള്ളൂ. തമിഴ്നാട് ബസ് ചാർജ് 15 രൂപയാണ് ആലിയാറിലേക്ക്. പിന്നെന്താണ് പറയേണ്ടത്? ഭക്ഷണം, ആലിയാറിലെ ഭക്ഷണം നല്ലതാണ് കേട്ടോ. പക്ഷേ പൊള്ളാച്ചിയിലെ ഭക്ഷണം അത്ര നല്ലതല്ല. ഞാൻ കഴിച്ചു, എനിക്ക് പണി കിട്ടി, നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആലിയാറിലെ ഭക്ഷണം കുഴപ്പമില്ല, മോശമല്ല, നല്ല ഭക്ഷണമാണ്. പൊള്ളാച്ചിയിൽ റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് റൂംസ് ഉണ്ട്, ചെറിയ പൈസക്ക് റൂമുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ പെൺകുട്ടികളെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഒറ്റയ്ക്ക്. പെൺകുട്ടികൾ അത്ര സേഫ് അല്ല എന്നെനിക്ക് തോന്നുന്നു. പല ഇൻസിഡൻസും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. ഒന്നും പെൺകുട്ടികൾക്ക് അനുകൂലമല്ല കേട്ടോ. അവിടെ പെൺകുട്ടികൾ ഒറ്റയ്ക്കൊന്നും വരാരുത്. ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ആലിയാർ ഡാം കാണാം, പൊള്ളാച്ചി കാണാം എന്ന് പറഞ്ഞിട്ട് വന്നേക്കരുത് ഒറ്റയ്ക്ക്. ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക കേട്ടോ. ഇതേ ആ കാണുന്ന മലനിരകളാണ് കേട്ടോ നമ്മൾ ബസ്സിൽ വരുമ്പോൾ കണ്ടത്. അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ മലനിരകൾ കൂടി കാണും. അല്ല, ഇതാണ് അടിപൊളി. ആ കോട ഇപ്പോഴും വരുന്നത് കേട്ടോ. ശരിക്കും എനിക്കതിൻ്റെ മേലൊക്കെ ട്രെക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഭാഗത്തൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഡാമിന് ചുറ്റി ഇങ്ങനെ വളഞ്ഞ് പോവുകയാണെന്ന് തോന്നി ഈ റോഡ്. വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ആഹാ, കൊള്ളാലോ. വാണിംഗ്, എൻട്രി ഇൻസൈഡ് ഡാം വാട്ടർ ഏരിയ ഈസ് പ്രൊഹിബിറ്റഡ്. ഡീർ വാട്ടർ ഡേഞ്ചർ. കാഷ്വാലിറ്റീസ് 250 പേരോ? അയ്യോ, ഡേഞ്ചറാണ് കേട്ടോ ശരിക്കും. നിങ്ങൾ കയറിയൊക്കെ വരില്ല, ഡേഞ്ചറാണ്. നല്ല ആഴത്തിൽ കാണും കേട്ടോ അത്. കാരണം ഒരു കുന്ന് അങ്ങനെ തന്നെ. കുന്നാണോ അതോ നമ്മൾ ആലിയാർ റിവറിന് കുറുകയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കറക്റ്റായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. എനിക്കൊന്നു ആലിയാർ റിവറിന് കുറുകയാണ് ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും റിവറാണ്. അങ്ങനെ കുറേ പേര് നമുക്ക് കാണാം കേട്ടോ. കാരണം എത്ര ബോർഡ് വെച്ചാലും എത്ര വാണിംഗ് കൊടുത്താലും പഠിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെയും കാണും കുറേ എണ്ണം. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു സർക്കാരിനും അത് സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ, സംരക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സർക്കാരിനും പറ്റില്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളെ മാതാപിതാക്കൾക്കും പറ്റില്ല. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, നോ ഡൗട്ട്. അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം. ആലിയാർ ഡാമിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിച്ചു. രാവിലെ 4 ഇഡലി, ഒരു വട, 50 രൂപ കേട്ടോ. വില കുറവാണ്. പൊള്ളാച്ചിയിലൊക്കെ 70-80 രൂപ എങ്ങാണ്ട് വാങ്ങിയിട്ടുണ്ട് അവർ. ഇവിടെ വില കുറവാണ്. 4 ഇഡലിയും ഒരു വടയൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കഴിച്ചത്, അല്ലെങ്കിൽ ഇത്രയൊന്നും കഴിക്കില്ല നമ്മൾ. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചതേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കഴിച്ചതേ ഉള്ളൂ. രാത്രി ഒന്നുമില്ല, രാവിലെ നന്നായിട്ട് വിശന്നു, അതുകൊണ്ടാണ് അത്രയും കഴിച്ചത്. ചത്തോടാ? ഇല്ല, അനങ്ങുന്നുണ്ട്, വാലാനങ്ങുന്നുണ്ട്.